ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പതനം ഏതാണ്ട് അനിവാര്യമാണ് എന്നുള്ള ബോധ്യം CPM-ന്റെ അണികൾക്കും CPM-ന്റെ നേതൃത്വത്തിനും ഏതാണ്ട് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. 2025 ഡിസംബർ 9-11 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തീർത്തും അപ്രതീക്ഷിതമായുണ്ടായ സമഗ്രമായിട്ടുള്ള പരാജയം. അപ്രതീക്ഷിതമായ പരാജയം അവിടെ ഇവിടെയുള്ള പരാജയമല്ല. കോർപ്പറേഷനിലും ബ്ലോക്കിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഒക്കെ കൂടെ ചേർന്ന് വളരെ സമഗ്രവും സമൂലവുമായിട്ടുള്ള ഒരു പരാജയമാണ് CPM-ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു CPM-നെ സംബന്ധിച്ച്. കാരണം 2015-ലും 20-ലും CPM-ആണ് ജയിച്ചിരുന്നത് പഞ്ചായത്തിൽ. 2020-ൽ ഏതാണ്ട് ഒരു 75% പഞ്ചായത്തുകൾ CPM-ന്റെ കയ്യിലായിരുന്നു. എന്ന് മാത്രമല്ല 10 വർഷമായിട്ട് ഇവിടെ അധികാരത്തിലായിരുന്നു. എന്ത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് 25,000 കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചത്. അതിലൊക്കെ ഉപരി കോൺഗ്രസ്സുകാരുടെ തമ്മിലടിയായി. 50% ബൂത്തിൽ പോലും കാര്യമായ പ്രവർത്തനമില്ലായിരുന്നു. അതൊക്കെ കൊണ്ട് എന്തായാലും തങ്ങൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്നും 3-ാം തവണ അധികാരത്തിൽ വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന, ഊണിലും ഉറക്കത്തിലും വിശ്വസിച്ചിരുന്ന CPM-ന് വലിയ തിരിച്ചടിയാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചത് ഈ ശബരിമലയൊക്കെയാണ്. നമുക്കറിയാം.